ഹലോ ഓൾ, നമ്മളിത് അമ്പലത്തിലോട്ട് പോവുകയാണ്. കാടാമ്പുഴ അമ്പലത്തിലോട്ടും ഹനുമാൻകാവ് അമ്പലത്തിലോട്ടുമാണ് കേട്ടോ പോകുന്നത്. രാവിലെ ഏകദേശം 5:30 എണീച്ച് കുളിയൊക്കെ കഴിഞ്ഞു. ഇപ്പം ഏകദേശം 6:30 കഴിഞ്ഞിട്ടുണ്ട്. മുകളിലാണ് കേട്ടോ എൻ്റെ റൂം. അപ്പം നമുക്കൊന്ന് താഴത്തോട്ട് പോകും. ഒരാൾ ദേ ഇവിടെ മുണ്ടൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഡയറക്റ്റ് പോയാലോ. അങ്ങനെ ദേ നമ്മൾ ഏകദേശം അമ്പലം എത്തി. അമ്പലത്തിൻ്റെ അപ്പുറത്തെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന ഷോപ്സ് ഉണ്ട് കേട്ടോ. കാടാമ്പുഴ അമ്പലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് മുട്ടറക്കല്. അപ്പം അങ്ങനെ നമ്മൾ ദേ അമ്പലത്തിന്റെ മുൻപിൽ എത്തിയിട്ടുണ്ട്. മൊബൈൽ ഉള്ളിലേക്ക് അലൗഡ് അല്ല. അപ്പൊ ഞാൻ പോയിട്ട് നന്നായി തൊഴുത് വരാട്ടോ. ഞാൻ UAE പോകുന്നതിന് മുൻപ് കാടാമ്പുഴ അമ്പലത്തിൽ വന്ന് തൊഴുതിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത്. അങ്ങനെ നമ്മളിത് അമ്പലത്തിന്റെ ഉള്ളിൽ കയറി തൊഴുതു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ രാവിലത്തെ ഭക്ഷണവും അമ്പലത്തിൽ നിന്നാണ് കഴിച്ചത്. നല്ല ഉപ്പുമാവും ശർക്കര കാപ്പിയാണ് ഉണ്ടായിരുന്നത്. മൊബൈൽ അലൗഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഉള്ളത്തെ ഭാഗങ്ങളും ചായ കുടിക്കുന്നതൊന്നും നമുക്ക് എടുത്തിട്ടില്ല. അപ്പൊ ഈ സൈഡിൽ ഇതേ വാഹനപൂജ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ ഇതേ ഇനി നേരെ ഹനുമാൻകാവ് അമ്പലത്തിലോട്ട് പോകും. ഒരുപാട് തവണ കാടാമ്പുഴ അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിലും രാവിലത്തെ ഭക്ഷണം അമ്പലത്തിൽ നിന്ന് കഴിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. നമ്മൾ ഇതേ ഈ അമ്പലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊരു ഹോട്ടലുണ്ട്. അവിടെ നിന്നാണ് എപ്പോഴും രാവിലെ മസാല ദോശയൊക്കെ കഴിക്കാറ്. ഇനിയിപ്പോ നേരെ ഞങ്ങള് ഹനുമാൻകാവ് അമ്പലത്തിലോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ദേ ഹനുമാൻകാവിൽ എത്തിയിട്ടോ. ദേ ഇവിടെയും കുറേ കടകളൊക്കെ ഉണ്ട്. ദേ നോക്കൂ, ഹനുമാൻ സ്വാമിയുടെ ഗദയുള്ളൊരു കീ ചെയിനാണ്. അപ്പൊ നമ്മൾ ഇനി നേരെ ഉള്ളിലോട്ട് കയറുകയാണ്. ഇവിടെയും ക്യാമറ അലൗഡ് അല്ല കേട്ടോ. അപ്പൊ ദേ നമ്മൾ ആദ്യം പോയി വഴിപാടുകളൊക്കെ കഴിച്ചു. ഇനിയിപ്പോ ദേ നേരെ നമ്മൾ അമ്പലത്തിന്റെ ഉള്ളിലോട്ട് കയറാൻ പോവാണ്. അങ്ങനെ ദേ നമ്മൾ അമ്പലത്തിന്റെ ഉള്ളിലൊക്കെ കയറി തൊഴുതിറങ്ങി കേട്ടോ. ഇതേ ഹനുമാൻകാവ് അമ്പലത്തിലെ എക്കാലത്തെയും എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അവിലാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഈ അവിൽ. ഞങ്ങൾ എൻ്റെ അച്ഛനുള്ള കാലത്തേ നമ്മളിത് ഒരുപാട് ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ കുറേ ആയിട്ട് വഴിപാട് കഴിപ്പിച്ചിട്ട് ഞങ്ങൾ സ്കൂളൊക്കെ വിട്ട് നിന്ന് കഴിഞ്ഞാൽ കഴിക്കുന്ന എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അവില. എന്താ വെച്ചിട്ടാ ഇതിൻ്റെ ഒരു ടേസ്റ്റ്. പാൽപ്പായസം അല്ല കേട്ടോ. നമ്മൾ എല്ലാം ഈ അമ്പലത്തിലെ പായസം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഞാനവിടെ നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ വരുമ്പോഴല്ലേ നമ്മൾ ഓടിയിട്ട് മണ്ണിലോട്ട് ചാടുമല്ലോ. ആ കരിങ്കല്ല് സമുദ്രത്തിന്റെ സങ്കല്പമാണ്. അപ്പൊ ആ കരിങ്കല്ല് ചവിട്ടാതെ നമ്മൾ ഓടി വന്ന് ചാടണം. ഞാൻ ചാടിയിട്ടോ, ഏട്ടൻ ചാടിയിട്ടില്ല. മാത്രമല്ല ഞാൻ ഇതേ ചരട് മേടിച്ചു. ഒരു കറുപ്പ് ചരടും ഒരു ചുവപ്പ് ചരടും മേടിച്ചു. അതേ അപ്പൊ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏകദേശം 11:30 കഴിഞ്ഞു കേട്ടോ. ഇന്നത്തെ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉള്ള ദിവസമായിരുന്നു കേട്ടോ. നമ്മൾ നല്ല തണുത്ത സോഡാ സർബത്തും കഴിച്ച് വീട്ടിലോട്ട് പോവാണേ. അപ്പൊ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.